നാൻസി. വിശ്വ ഹിന്ദു പരിഷത്ത് ദേവസ്വം ട്രസ്റ്റിന് കീഴിലുള്ള കോട്ടയം തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പെരിഞ്ചേരിമന വാസുദേവ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നാളെ ജനുവരി 28 ബുധനാഴ്ച കൊടികയറും. 8 ദിവസത്തെ ഉത്സവത്തിന് ഫെബ്രുവരി 4 ബുധനാഴ്ച രഥോത്സവത്തോടും ആറാട്ടോടും കൂടി സമാപനം കുറിക്കും. 8 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ കലാപരിപാടികൾ തിരുവുത്സവത്തിന് മാറ്റുകൂട്ടും. 8 ദിവസത്തെ തിരുവുത്സവത്തിന് എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ക്ഷേത്രകലകൾക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള കലാപരിപാടികളാണ് ഈ ക്ഷേത്രത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത്. 8ാമത്തെ ദിവസം നടക്കുന്ന രഥോത്സവം അത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ക്ഷേത്രത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ പെരിഞ്ചേരിമന വാസുദേവൻ നമ്പൂതിരി അവറുകളാണ്. ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ വിഷ്ണു നമ്പൂതിരി. തന്ത്രിയുടെയും മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിലാണ് ഉത്സവാദി കാര്യങ്ങൾ നടക്കുന്നത്. 4-ാം തീയതി നടക്കുന്ന രഥോത്സവം ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കളക്ടർ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഭഗവാൻ രഥത്തിൽ എഴുന്നള്ളി ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന ഒരു സങ്കല്പമാണ് രഥോത്സവത്തിനുള്ളത്. രഥോത്സവത്തിന് ഇത്തവണ ഗംഭീരമാക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കരകാട്ടം, ഗരുഡൻ തുടങ്ങിയ പരിപാടികൾ രഥോത്സവത്തിന് മാറ്റുകൂട്ടും. ഭക്തജനങ്ങളാണ് രഥം വലിക്കുന്നത്. അമ്മമാർ താലപ്പൊലിയെടുത്ത് രഥത്തെ അനുഗമിക്കും. ഫെബ്രുവരി 4-ാം തീയതി നടക്കുന്ന ഈ രഥോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണം. എല്ലാ സജ്ജനങ്ങളും ഈ രഥോത്സവത്തിൽ പങ്കെടുത്ത് ഇത്തവണത്തെ തിരുവുത്സവം 8 ദിവസത്തെ തിരുവുത്സവം വളരെ ഭംഗിയാക്കി തീർക്കുവാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഭഗവത് നാമത്തിൽ അപേക്ഷിച്ചു കൊള്ളുന്നു. വിളിച്ചാൽ വിളിയേക്കുന്ന ഒരു ഭഗവത് ചൈതന്യമാണ് തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. എല്ലാ ഭക്തജനങ്ങളെയും ഇത്തവണത്തെ തിരുവുത്സവത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തലോടെ നട തുറപ്പും നിർമ്മാല്യവും നടക്കും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്ക് ഭഗവാന്റെ സന്നിധിയിൽ പ്രസാദഊട്ടും ക്ഷേത്ര ഊട്ടുപുരയിലുണ്ടാകും. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം 6:30 നിറമാലയും ചുറ്റുവിളക്കും ദീപാരാധനയും നടക്കുന്നത്. രാത്രി 9:30 അത്താഴപൂജയോടും കൂടി നടയടയ്ക്കും. 28 രാവിലെ 8 മണിക്ക് ഗോപൂജയും 9:30 കളഭാഭിഷേകവും വൈകിട്ട് 5 ആചാരഭരണവും നടക്കും. വൈകിട്ട് 6 മണിക്കാണ് തിരുനക്കര കണ്ണന് തിരുത്സവ തൃക്കൊടിയേറ്റ്. വൈകുന്നേരം 6:30 കോട്ടയം വെസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ MJ അരുൺ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നമസ്കാരം. നമ്മുടെ ഈ വർഷത്തെ തിരുവുത്സവം ജനുവരി 28-ാം തീയതി ആരംഭിച്ച് ഫെബ്രുവരി 4-ാം തീയതി രഥോത്സവത്തോടുകൂടി സമാപിക്കുന്നതാണ്. നമ്മുടെ ഈ വർഷത്തെ ഉത്സവത്തിൽ 3 ഉത്സവല്യാണ് ഉള്ളത്. ഇതിന് പ്രധാനമായ നേതൃത്വം വഹിക്കുന്നത് പെരിഞ്ചേരിമന വാസുദേവൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് ഉത്സവാദി ക്രിയകളും മറ്റു കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. എല്ലാ ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉത്സവാദി എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവണമെന്ന് ഭഗവാന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. 29 രാവിലെ 8:30 ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും. 10:45 മാർഗദർശക് മണ്ഡൽ ജനറൽ സെക്രട്ടറി സംഭൂജ്യസ്വാമി സത്സ്വരൂപാനന്ദ സരസ്വതിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. 3-ാം ദിവസമായ 30 രാവിലെ 10:30 ഉത്സവ ബലിയും 4-ാം ദിവസമായ 31 രാവിലെ 8:30 ശ്രീബലി എഴുന്നള്ളിപ്പും 10:30 ഉത്സവ ബലിയും തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കും. 5-ാം ദിവസമായ 1 രാവിലെ 10:30 കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന മുൻ ഓർഗനൈസിംഗ് സെക്രട്ടറി VK വിശ്വനാഥിന്റെ പ്രഭാഷണവും 6-ാം ദിവസമായ 2 രാവിലെ 8:30 ശ്രീബലി എഴുന്നള്ളിപ്പ് നടക്കും.
വൈകുന്നേരം 6 മണിക്ക് കലാനിലയം അനിൽകുമാർ, മാസ്റ്റർ ശബരിനാഥ് എസ് നായരും സംഘവും തായമ്പക അവതരിപ്പിക്കും. 7ാം ദിവസമായ 3 രാവിലെ 10:30 ഉത്സവ ബലിയും ഉച്ചയ്ക്ക് 2 മണിക്ക് കേരള സംഗീത നടന അക്കാദമി ഗുരുപൂജ ജേതാവ് പൊതിയിൽ നാരായണ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർ കൂത്തും നടക്കും. വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്ര ശ്രീ ഒളശ സനൽകുമാറും 35-ൽ പരം കലാകാരന്മാരും പങ്കെടുക്കുന്ന സ്പെഷ്യൽ പഞ്ചാരമേളത്തോടെ കാഴ്ച ശ്രീബലി എഴുന്നള്ളിപ്പും ദേശീയവിളക്കും നടക്കും. തുടർന്ന് രാത്രി 10-ന് ശ്രീഭൂതബലിയും പള്ളി വിട്ടെഴുന്നള്ളിപ്പും പള്ളി നായാട്ടും നടക്കും. 8ാം ദിവസമായ 4-ന് വൈകുന്നേരം 4 മണിക്ക് രഥോത്സവം ആരംഭിക്കും. കോട്ടയം ജില്ലാ കളക്ടർ ശ്രീധർ കുമാർ മീണ രഥോത്സവം ഉദ്ഘാടനം ചെയ്യും. വിശ്വ ഹിന്ദു പരിഷത്തിന് തന്നെ കീഴിലുള്ള കോടിമാത ധർമ്മശാസ്ത്ര ക്ഷേത്രം വഴി രാത്രി 8-ന് സെൻട്രൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്ന് കലാമണ്ഡലം പുരുഷോത്തമനും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ഡ്യമേളത്തോടും ആറന്മുള ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ നാദസ്വരത്തോടും രഥോത്സവം വരവേൽപ്പ് നടക്കും. തുടർന്ന് ആറാട്ടെതിരേൽപ്പോടുകൂടി രാത്രി 9 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരും. വ്രതമെടുത്ത് മുദ്ര ധരിച്ച ഭക്തരായിരിക്കും രഥം വലിക്കുന്നത്. കരിയും കരിമരുന്നും ഉപയോഗിക്കാതെ കേരളത്തിന് മാതൃകയാണ് തിരുനക്കര കണ്ണന്റെ രഥോത്സവം. വിളിച്ചാൽ വെളിപ്പുറത്തുള്ള തിരുനക്കര വിശ്വരൂപനെ ദർശിക്കുവാനായി തിരുവുത്സവ ദിവസങ്ങളിലെന്നല്ല എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ്. കോട്ടയം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന തിരുനക്കര മഹാദേവന്റെ തൊട്ട് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിനുള്ളത്. ഈ ക്ഷേത്രം വിശ്വ ഹിന്ദു പരിഷത്താണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ സേവാ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ഈ ക്ഷേത്രത്തിലെ 8 ദിവസത്തെ ഉത്സവത്തിനാണ് ഈ ജനുവരി 28-ാം തീയതി കൊടിയേറുന്നത്. വിശ്വപ്രസിദ്ധമായിട്ടുള്ള തിരുനക്കര രഥോത്സവം എന്ന് പറയുന്നത് ഫെബ്രുവരി 4-ാം തീയതി കോട്ടയം നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ട് ഭക്തജന ബാഹുല്യം കൊണ്ടും ഭക്തജന പങ്കാളിത്തം കൊണ്ടും അതുപോലെ തന്നെ വ്രതഭക്തിയോടുകൂടി മുദ്ര ധരിച്ച ഭക്തരെ ക്ഷേത്രത്തിലെ രഥം വലിക്കുന്ന ഒരു മഹത്തായ ഭക്തിനിർഭരമായ ഒരു ചടങ്ങാണ് തിരുനക്കര രഥോത്സവം. നമുക്കറിയാം, കരിയും കരിമരുന്നും പല ക്ഷേത്രങ്ങളിലും ഉത്സവത്തിന് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ ഉത്സവത്തിൻ്റെ ഭാഗമായി ധാരാളം പണം കരിക്കും കരിമരുന്നിനും വേണ്ടി ചിലവഴിക്കുമ്പോൾ ഈ ക്ഷേത്രമാണ് കേരളത്തിനൊന്നാകെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് രഥോത്സവം എന്നുള്ള ആ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടും കരിമരുന്ന് ഉത്സവത്തിന് ഉപയോഗിക്കാത്ത ഒരു ക്ഷേത്രവും കൂടിയാണ് തിരുനക്കര ക്ഷേത്രം. ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കും കോവിഡിന് മുൻപ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ അന്നദാനം നടന്നിരുന്നു. അന്നദാന പ്രഭുവാണ് ഭഗവാൻ വിശ്വരൂപൻ. പക്ഷേ കോവിഡിന് ശേഷം നമ്മളിപ്പോൾ വ്യാഴാഴ്ചകളിലും ഏകാദശി ദിവസങ്ങളിലുമാണ് അന്നദാനം ഇപ്പോൾ ക്ഷേത്രത്തിലുള്ളത്. എന്നാൽ തിരുവുത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഈ ക്ഷേത്രത്തിലെ അന്നദാനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളെയും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവത്തിന് ഈ തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി. 28-ാം തീയതി കൊടിയേറി ദൈനംദിന ക്ഷേത്രത്തിലെ ചടങ്ങുകൾ, അതിലുപരി സ്ത്രീവത്സവ ഓഡിറ്റോറിയത്തിൽ കലാപരിപാടികൾ, അതിലുപരി എല്ലാ ദിവസവും അന്നദാനം, ഇതിനെക്കട്ടി ഉപരി നമ്മുടെ 4-ാം തീയതി നടക്കുന്ന രഥോത്സവം ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് നഗരം ചുറ്റി പള്ളിപ്പുറത്തുകാവിലെ പള്ളിപ്പുറത്താവിന് സമീപത്തുള്ള അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ, വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ പോയി സ്വീകരണം ഏറ്റുവാങ്ങി തിരികെ വന്ന് ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളി ആറാടി ചെന്ന് സ്വീകരിക്കുന്ന അതിവിശിഷ്ടമായ രഥോത്സവം ഈ വർഷം അതിഗംഭീരമായി നടത്തുവാനായിട്ട് ഉത്സവ കമ്മിറ്റിയുടെ ആലോചനയിൽ ഭംഗിയായി നടത്തുവാൻ എല്ലാവരുടെയും സഹകരണങ്ങൾ, നാനാ വിശ്വാസികളുടെയും ഭക്തജനങ്ങളുടെയൊക്കെ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ ഈ ഉത്സവം നടത്താൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗരുഡൻ കളി, കരകാട്ടം, ഗോപിക കൃഷ്ണന്മാരുടെയും ഭക്തി ഗാനാർച്ചനയുടെയും താളഘോഷയാത്രയുടെയും താളമേള അകമ്പടിയോടും നടക്കുന്ന രഥോത്സവം കോട്ടയം നഗരിയെ ഭക്തിയിൽ ആറാടിക്കും.
രാത്രി 10 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പെരിഞ്ചേരി മന വാസുദേവ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്ര മേൽശാന്തി ബ്രഹ്മശ്രീ മനപ്പള്ളി മന വിഷ്ണു നമ്പൂതിരിപ്പാടിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ 25 കലഭാഭിഷേകത്തോടും ശ്രീഭൂത ബലിയോടും കൂടി തിരുനക്കര കണ്ണന്റെ 2026 തിരുവുത്സവത്തിന് കൊടിയിറങ്ങും.